അരീക്കോട് മാലിന്യക്കുഴിയിൽ വീണ് 3 അതിഥി തൊഴിലാളികൾ മരിച്ച സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി. സംഭവത്തിൽ ലേബർ കമ്മീഷണർ അന്വേഷണം നടത്തും. തൊഴിലാളികളുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും നിയമപ്രകാരം അർഹമായ നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. വികാസ് കുമാർ, ഹിതേഷ് ശരണ്യ, സമദ് അലി എന്നിവരാണ് മരിച്ചത്. 2 പേർ ബീഹാർ സ്വദേശികളും ഒരാൾ അസം സ്വദേശിയുമാണ്. സ്വകാര്യ വ്യക്തികളുടെ കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റിലാണ് അപകടം നടന്നത്. കോഴിമാലിന്യ സംസ്കരണ യൂണിറ്റിലെ വാട്ടർ ടാങ്കിൽ ഇറങ്ങിയ തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത്. ഇവിടെ ഇത്തരത്തിൽ ഒരു പ്ലാന്റ് ഉള്ളതായി നാട്ടുകാർക്ക് പോലും വലിയ അറിവില്ലായിരുന്നു. തൊഴിലാളികളെ മാനേജർ ഫോണിൽ വിളിച്ചപ്പോൾ പ്രതികരിച്ചില്ല. പരിശോധനയിൽ CCTV ദൃശ്യങ്ങളിൽ ഇവർ പ്ലാന്റിനകത്തേക്ക് പോകുന്നത് കണ്ടു. തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ടാങ്കിൽ കുടുങ്ങിയ തൊഴിലാളികളെ രക്ഷിക്കാനിറങ്ങിയ മറ്റ് 2 തൊഴിലാളികളും അകപ്പെടുകയായിരുന്നു. തൊഴിലാളികളെ ആദ്യം അരീക്കോട് സർക്കാർ ആശുപത്രിയിലും തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഈ ചാനൽ ന്യൂസ്, മലപ്പുറം. സാഫ് എഡ്യൂക്കേഷൻ ഗവൺമെന്റ് സ്ഥാപിതമായ കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെ അംഗീകൃത സ്ഥാപനം കൂടിയാണ് സാഫ് എഡ്യൂക്കേഷൻ. അവർ കോഴ്സസ് PGDCA, DCA, ഡാറ്റ എൻട്രി, ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ്, ടാലി ആൻഡ് GST, ഓട്ടോകാഡ്, ഗ്രാഫിക് ഡിസൈനിംഗ് എന്നീ കോഴ്സുകൾക്ക് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ സാഫ് എഡ്യൂക്കേഷൻ പഠിക്കാം. പെൺകുട്ടികൾക്കായി 1 വർഷം ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ TTC, പ്രീ പ്രൈമറി TTC, ഫാഷൻ ഡിസൈനിംഗ് TTC കോഴ്സുകൾ. സാഫ് എഡ്യൂക്കേഷൻ, വളാഞ്ചേരി.